Hi dear children, welcome back to our physics class. The last class we studied our second chapter motion. In this chapter we are discussed what is speed, what is acceleration, what is uniform speed and what is non-uniform speed, etc. Today we are going to discussing the new topic, that is uniform velocity and non-uniform velocity. So what is velocity? Velocity is the displacement in unit time. Velocity is the displacement in unit time. What is displacement? Displacement is a straight line distance between initial point to final position. So we know that velocity is a vector quantity because it has both direction and magnitude. So on this basis, what is uniform velocity and non-uniform velocity? The main point is when we are measuring the velocity, that path should straight line. So look at this situation. The details of the journey of 3 cars are given below. Car A, Car B, Car C. 3 കാറുകളാണ്. അത് വെച്ചിട്ടാണ് പറയുന്നത്. നോക്കിക്കോളൂ. Car A traveled 500 meter along a straight line. The car covered equal distance in equal intervals of time. എന്താ പറഞ്ഞത്? കാർ എ 500 മീറ്റർ സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. പിന്നെയോ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെല്ലായിട്ട് ഇങ്ങനെ പോവുകയാണ്. വിച്ച് മീൻസ് ദാറ്റ് സ്പീഡ് ഇങ്ങനെ ഈക്വൽ ആയിട്ട് പോവാണ് എല്ലാ ഭാഗത്തും. ആൻഡ് കാർ ബി ട്രാവൽഡ് 500 meter along a straight line. കാർ ബി എന്ത് തന്നെയാണ്? 500 meter സ്ട്രെയിറ്റ് ലൈനാണ്. The distance covered by the car is unequal in equal interval of time. എന്താ പറഞ്ഞത്? ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്, പക്ഷേ ഡിസ്റ്റൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്, അൺഈക്വൽ ആണെന്ന് പറയുന്നു കാർ ബി. കാർ സി പറയുന്നത് ട്രാവൽഡ് 500 meter അലോങ് എ സർക്കുലാർ പാത്ത്. സർക്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ? വട്ടത്തിലുള്ള സർക്കിൾ പോലെയുള്ള ഒരു പാത്തിലൂടെ ആണ് പോയത്. ദ കാർ കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. എങ്ങനെയാണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്. ഈ 3 കാറിൻ്റെ കാര്യങ്ങളും ഓർത്തു വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ അനലൈസ് ദീസ് 3 situations. So first question is the velocity of car A the same in each second? അതായത് എ എന്ന് പറഞ്ഞ കാറിൻ്റെ വെലോസിറ്റി എല്ലായ്പ്പോഴും സെയിം ആയിരിക്കുമോ? ആവോ അല്ലയോ? യെസ് അല്ലേ. എന്തുകൊണ്ടാവാനുള്ള കാരണം എന്താണ്? കാരണം അത് സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. വെലോസിറ്റി മെഷർ ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെയോ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് പറയാം? ഇത് വെലോസിറ്റി എന്താണ്? സെയിം ആണ്. സോ വൈ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഈ ഒരു റീസൺ. അടുത്തത് കാർ ബി. കാർ ബിയുടെ കേസിലോ ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ ബി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? വൈ? കാർ ബിയുടെ വെലോസിറ്റി എല്ലായിടത്തും ഈക്വൽ ആണോ? നോ. വൈ? എന്തുകൊണ്ടാണ്? കാരണം സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്, അതുവരെ ഓക്കെയാണ്. പക്ഷേ എന്താണ്? അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണ് അല്ലേ. ഡിസ്റ്റൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്, ടൈം സെയിം ആണ്. അപ്പം ഇവിടെ എന്താണ്? വെലോസിറ്റി എല്ലായിടത്തും ഈക്വൽ ആവണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പാത്തായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ആയിരിക്കണം എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടിക്കാണും. ഇനി കാർ സി നോക്കിയേ. കാർ സിയുടെ ക്വസ്റ്റ്യൻ എന്താ? ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? വൈ? എന്തായിരിക്കും? ആണോ? നോ. എന്തുകൊണ്ടാണ്? ദ കാർ സി ട്രാവൽഡ് അലോങ് എ സർക്കുലാർ പാത്ത് എന്ന് പറയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം വെലോസിറ്റി ആവണമെങ്കിൽ അത് എന്ത് പാത്ത് തന്നെയായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. സർക്കിൾ ആകുമ്പോൾ വളഞ്ഞു പോയില്ലേ? പോയി. പക്ഷേ ബാക്കി എന്താണ്? ഈക്വൽ ആണ്, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്. എങ്കിലും അതെന്തല്ല? സെയിം വെലോസിറ്റി അല്ല നമുക്ക് പറയാൻ പറ്റും. ഓർ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ഓൾസോ ചേഞ്ചസ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറും? വെലോസിറ്റി ഷുഡ് ചേഞ്ച്. വൈ? നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അടുത്ത പോയിന്റ് എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്തിലാണെന്ന് പറയുക?
യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയുള്ളൂ. എന്താ പറഞ്ഞത്? അതായത് സെയിം ഡയറക്ഷൻ ആയിരിക്കണം, പിന്നെയോ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണെങ്കിൽ വി ക്യാൻ സേസ് that body is in uniform velocity. In these three situations we can say that car A is in uniform velocity, but car B and car C is in non-uniform velocity. So what is uniform velocity? A body has uniform velocity if it covers equal displacement in the same direction in equal interval of time. So what is non-uniform velocity? Either speed or direction change, the velocity is in non-uniform. ഒന്നെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ we can say that velocity is non-uniform. Clear ആയല്ലോ? So that is the uniform velocity and non-uniform velocity. So what are the examples of uniform velocity and non-uniform velocity? But in last class we are discussing what is uniform speed and non-uniform speed. So what are the examples of uniform speed and non-uniform speed? The example of uniform speed is light travels through a vacuum. The other one is മൂവിങ് ഓഫ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, അല്ലേ? ക്ലോക്കിലെ സൂചിയുടെ ചലനം. അതുപോലെ തന്നെ മൂവിങ് ഓഫ് എ വർക്കിംഗ് ഫാൻ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ മൂവിങ്. ക്ലിയർ? അതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? യൂണിഫോം സ്പീഡിന് എക്സാമ്പിൾസ് ആണെങ്കിൽ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നോൺ യൂണിഫോം സ്പീഡ്? എ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ, എ ബസ് സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ, അല്ല? ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നോൺ യൂണിഫോം സ്പീഡാണ്. ഓർത്തു വയ്ക്കണം. അതായത് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്. ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്. മൂവിങ് ഓഫ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, ക്ലോക്കിലെ സൂചി കറക്റ്റായിട്ടല്ലേ പോകുന്നത്? ഒരേ സമയം ഒരേ ഡിസ്റ്റൻസിലാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാൻ, സ്വിച്ച് ഓൺ ആക്കുമ്പോഴല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ കാര്യം മാത്രം അവിടെ സൂചിപ്പിച്ചത്. നോൺ യൂണിഫോം സ്പീഡിന് നിങ്ങൾക്കറിയാലോ, ഏത് വാഹനം മുന്നോട്ട് പോകുന്നു ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? നോൺ യൂണിഫോം സ്പീഡിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് യൂണിഫോം വെലോസിറ്റി? വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ വാക്വം, അല്ലേ? ലൈറ്റ് എന്ത് ചെയ്യാണ്? വാക്വത്തിലൂടെ പോകുന്നത്. എന്തിന് എക്സാമ്പിളാണ്? യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ്. ബട്ട് വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നോൺ യൂണിഫോം വെലോസിറ്റി എന്നറിയാമോ? നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ് മൂവിങ് ഓഫ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, മൂവിങ് ഓഫ് വർക്കിംഗ് ഓഫ് എ ഫാൻ. അതായത് എന്തുകൊണ്ടാണ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് നോൺ യൂണിഫോം വെലോസിറ്റി? അത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വട്ടത്തിലല്ലേ കറങ്ങുക, സർക്കുലാർ പാത്താണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നോൺ യൂണിഫോം വെലോസിറ്റി ആയിട്ടാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ എ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദി സ്റ്റേഷൻ എന്നുള്ളത് എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇതൊക്കെ നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ യൂണിഫോം വെലോസിറ്റിക്ക് നമുക്ക് വെൻ എ ലൈറ്റ് ട്രാവൽസ് ത്രൂ ദ വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വത്തിലൂടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്, ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിലാണ് അത് പാസ് ചെയ്യുക. ബാക്കിയെല്ലാം എന്തിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്? നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിളാണ്. ദി നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആക്സിലറേഷൻ. വാട്ട് ഈസ് ആക്സിലറേഷൻ? ബിഫോർ ദാറ്റ്, നമ്മളിപ്പോൾ വണ്ടിയിൽ പോവുകയാണ്, നമ്മളൊരു കാറോ അല്ലെങ്കിൽ ഒരു ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ ഡ്രൈവർ എന്തുപയോഗിച്ചിട്ടാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ആക്സിലറേറ്റർ, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ആക്സിലറേറ്റർ വേണ്ട, നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടും, റിലീസ് ചെയ്യുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. സോ ആക്സിലറേഷൻ ഈസ് ദി റേറ്റ് ഓഫ് change in velocity. Acceleration is the rate of change in velocity, or the equation of acceleration is change in velocity divided by time, or we can say that A equal to V minus U by T. A is the acceleration, V is the final velocity, U is the initial velocity, and T is the time. A is acceleration, U, small letter U is the initial velocity, V is the final velocity, and T is the time. And we know that acceleration is a vector quantity because velocity is a vector quantity, displacement is a vector quantity, so acceleration is also a vector quantity.
So this is the equation of acceleration, that is v minus u by t. The unit of acceleration is meter per second square. Meter per second square is the unit of acceleration. So what is initial velocity and what is final velocity? And the initial velocity of a body is 0. എപ്പോഴാണ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം ദ റെസ്റ്റ്. അതായത് ഇപ്പം നിർത്തിയിട്ട വണ്ടി മുന്നോട്ടേക്ക് നീങ്ങുന്നു. അപ്പം ആദ്യം എന്താണ്, ബോഡി റെസ്റ്റിലാണ്, പിന്നെയാണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ആൻഡ് ദ അതർ വൺ ഈസ് ഇറ്റ് ഈസ് ഫ്രീ ഫാളിങ്. ഒന്നുകിൽ ഫ്രീ ഫാളിങ് ആയിരിക്കണം, അല്ലെങ്കിൽ വെനെവർ ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം ദി റെസ്റ്റ്. ഒന്നുകിൽ ബോഡി എന്ത് ചെയ്യണം, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ഫ്രീ ഫാളിങ് ആവണം. അങ്ങനെ ഈ രണ്ട് സിറ്റുവേഷനിലാണ് ഇനീഷ്യൽ വെലോസിറ്റി ബിക്കം 0. ക്ലിയർ ആയല്ലോ? ഫ്രീ ഫാളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ തേങ്ങ അല്ലേ, കോക്കനട്ട് ഫാളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ, മാംഗോ ഈസ് ഫാളിങ് ഫ്രം എ മാംഗോ ട്രീ. മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ബോൾ താഴോട്ടേക്ക് ഇടുന്നു, ഒരു കല്ല് താഴോട്ടേക്ക് ഇടുന്നു, ദാറ്റ് ഈസ് ഫ്രീ ഫാളിങ്. അപ്പോൾ ഒന്നുകിൽ ഫ്രീ ഫാളിങ്, അല്ലെങ്കിൽ എന്തായിരിക്കണം, ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം ദി റെസ്റ്റ്. ഒരു ബോൾ എറിയുകയാണെങ്കിൽ ആദ്യം വെച്ചിട്ടുള്ള ബോൾ നമ്മൾ തട്ടുന്നു, അപ്പോൾ ആദ്യം ബോൾ റെസ്റ്റിലാണ്, പിന്നെ മൂവ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് മാറുക, 0 ആയിട്ട് മാറുക. ഇനി എപ്പോഴാണ് ഫൈനൽ വെലോസിറ്റി 0 ആവുക? അപ്പോൾ അതായത് ബോഡി കംസ് ടു റെസ്റ്റ്. വെൻ എ ബോഡി കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു പന്ത് ഇങ്ങനെ എറിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അത് മുന്നോട്ടേക്ക് നീങ്ങി അവിടെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. പിന്നെയോ ഒരു കാർ, ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് വന്ന് നിർത്തുന്നു. സോ ദാറ്റ് ടൈം ദ ഫൈനൽ വെലോസിറ്റി ഈസ് 0. ആൻഡ് ഓൾസോ പിന്നെ എപ്പോഴും കൂടിയാണ് എ ബോഡി ഈസ് ത്രോൺ അപ്പ്. ഒരു സാധനം മുകളിലോട്ട് എറിയുമ്പോഴും എന്ത് തന്നെയാണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇപ്പോൾ ഒരു കല്ല് മുകളിലോട്ട് എറിയുന്നു, എന്ത് നമ്മൾ എടുത്ത് മുകളിലോട്ട് എറിയുകയാണെങ്കിലും ത്രോൺ അപ്പ് ചെയ്യുമ്പോൾ അതെന്താണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഈ രണ്ട് സിറ്റുവേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആകുമ്പോഴാണ് ഒന്ന് ഫ്രീ ഫാളിംഗ് ആണ്, മറ്റൊന്ന് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. ക്ലിയർ? പിന്നെയോ ഒരു ബോഡി ത്രോൺ അപ്പ് ചെയ്യുമ്പോഴും പിന്നെയോ ബോഡി കംസ് ടു റെസ്റ്റ്. ഈ രണ്ട് സിറ്റുവേഷനിലാണ് ഫൈനൽ വെലോസിറ്റി 0 ആകുന്നത്. Details of the journey of a car in a straight line are given as a line diagram in figure 6.11. Analyze the information and complete the table 6.10. So this is the straight line path of a car traveling. So this is A, B, C, D, E and F. These are the points, and here is the velocities are given, and this is the time in seconds. So using this diagram we can complete this table 6.10. So in this table there says from A to B, initial velocity we know that u, final velocity v, change in velocity v minus u, etc. So what is initial velocity and what is final velocity, what is the time? So this is the diagram. Here A to B, from A to B initial velocity is 0. ഫൈനൽ വെലോസിറ്റി അപ്പോൾ എത്രയാണ്, 5 ആണ്. അതായത് u ഈക്വൽ ടു 0, v ഈക്വൽ ടു 5. വാട്ട് ഈസ് ദ ടൈം t? ദാറ്റ് ഈസ് 5 മൈനസ് 0. സോ 5 മൈനസ് 0 ഈസ് 5. So using these three values we are substituting this table. So from A to B, u is 0, v is 5. So change in velocity v minus u, which means that 5 minus 0 equal to 5 meter per second. What is the time? That is 5. So these two values substituting the equation A equal to v minus u by t. We know that v minus u is 5 and t is 5. So 5 by 5 equal to 1 meter per second square. Clear? And the next situation is from B to C. From B to C, u is, initial velocity is 5. V, final velocity is 10 meter per second. What is the time t? 10 minus 5 equal to 5. So these are the values. U is 5, V is 10. V minus U means 10 minus 5 equal to 5. Time is 5 seconds. Substituting these values, 5 by 5 equal to 1 meter per second square. Clear?
And next situation is C to D. From C to D. സിയിൽ നിന്ന് ഡിയിലേക്ക് ആകുമ്പം യു ഈക്വൽ ടു 10 അല്ലേ, വി ഈക്വൽ ടു 10. Initial velocity and final velocities are same in these situations, and time is 15 minus 10, so that is 5. So here v is u equal to 10, v equal to 10. 10 minus 10 0. Time 5 ആണ്. 0 by 5 എന്ന് പറഞ്ഞാൽ എത്രയാ, 0 എന്ന് കിട്ടും. So this is the, അതായത് 0 divided by 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the answer is 0. So here acceleration is 0. Next situation is ഏതാണ് വരിക, D to E. ഡിയിൽ നിന്ന് ഇയിലേക്ക് ഇനീഷ്യൽ വെലോസിറ്റി u എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ് ടൈം, 5 സെക്കൻഡ്. സോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി നോക്കിയാൽ നിങ്ങളിവിടെ വി എത്രയാണ്, 6 ആണ്. 6 മൈനസ് 10 എത്ര കിട്ടും ആൻസർ, എങ്ങനെയാണ് കാണുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ്. അതായത് 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. കഴിഞ്ഞോ, ഇല്ല. എന്നിട്ട് നമ്മൾ വലിയ നമ്പർ ഏതാണോ അതിൻ്റെ സൈൻ, അതായത് ഇതിന് -10 അല്ലേ, അപ്പോൾ ഇവിടെ എത്ര കിട്ടും, -4. അതായത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അറിയുന്ന കാര്യമാണ്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, -4 എന്ന് കിട്ടും. ടൈം 5 സെക്കൻഡാണ്. നമ്മൾ -4/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, -0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. നെക്സ്റ്റ് സിറ്റുവേഷനാണ് E to F. ഫ്രം E to F u ഈക്വൽ ടു 6, v ഈക്വൽ ടു 0. ടൈം എത്രയാണ്, 25 മൈനസ് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെക്കൻഡ് തന്നെ കിട്ടും അല്ലേ. നമ്മളതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ u 6 ആണ്, v 0 എന്ന് എഴുതി. v മൈനസ് u എന്ന് പറയുമ്പോൾ 0 മൈനസ് 6, സോ ദ ആൻസർ ഈസ് -6. ടൈം ഈസ് ഓൾസോ 5, സോ -6/5, ദ ആൻസർ ഈസ് നെഗറ്റീവ് or -1.2 meter per second square. So meter per second square is the unit of acceleration. Clear? Some situation in which acceleration occurs. അല്ലെങ്കിൽ acceleration example എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടതാണ് ഇതെന്ത്, the motion of a coconut falling from a coconut tree, a moving ball coming to rest. Clear? അതുപോലെ തന്നെ the motion of a ball rolling down a hill etc. are some situations in which acceleration occurs. So next is the problem using this equation of acceleration. So the question is, a food packet dropped from a helicopter reaches the ground in 5 seconds. If the velocity with which it hits the ground is 50 meter per second, what is the acceleration? Clear ആണല്ലോ. ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഫുഡ് പാക്കറ്റ് താഴോട്ടിടാണ്, മുകളിൽ നിന്ന് താഴോട്ടേക്ക്, വിച്ച് മീൻസ് ദാറ്റ് ഈസ് ഫ്രീ ഫാളിങ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് നോക്കാം. നിങ്ങൾ എപ്പോഴും പ്രോബ്ലം തന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ മാർജിൻ വരയ്ക്കണം, നോട്ട്ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ. എന്നിട്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണോ തന്നത് അത് മുഴുവൻ ഇവിടെ എഴുതി വെക്കണം. അപ്പോൾ നോക്കാം. അതായത് ഇതിൽ പറയുന്നുണ്ട് ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 5 സെക്കൻഡ്. അതായത് ടൈം തന്നിട്ടുണ്ട് അല്ലേ, t ഈക്വൽ ടു 5 സെക്കൻഡ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പറയുന്നത് if the velocity with which it hits the ground is 50 meter per second. ഇത് താഴെ വന്ന് വീഴുമ്പോഴുള്ള വെലോസിറ്റിയാണ്. നിങ്ങളിവിടെ ഓർക്കണം, നമുക്കറിയാം കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ, വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്താണ്, a ഈക്വൽ ടു v മൈനസ് u ആണ്, ബൈ t ആണ്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെലോസിറ്റിയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു സിറ്റുവേഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താ വരിക, നമ്മൾ പറഞ്ഞു ഫുഡ് പാക്കറ്റ് ഡ്രോപ്ഡ് ഫ്രം എ ഹെലികോപ്റ്റർ എന്നാണ്, മുകളിൽ നിന്ന് താഴേക്ക് ഇടാണ്, വിച്ച് മീൻസ് ദാറ്റ് ഈസ് ഫ്രീ ഫോളിംഗ് ആണ്. ഫ്രീ ഫോളിംഗ് ആവുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. സോ u ഈക്വൽ ടു 0. അതാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. ഫ്രീ ഫോളിംഗ് ആകുമ്പോൾ എന്താണ്, u ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പിന്നെ ഇവിടെ തന്നിട്ടുള്ള വെലോസിറ്റി അപ്പോൾ എന്തായിരിക്കും, ഫൈനലായിരിക്കും. അതായത് v ഈക്വൽ ടു 50 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആണല്ലോ. എന്താണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്, ആക്സിലറേഷൻ, സ്മോൾ ലെറ്റർ a എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക.
ക്ലിയർ ആയല്ലോ? അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയോ ഫൈനൽ വെലോസിറ്റി ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഏതാണതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉപയോഗിച്ചിട്ട് ചിന്തിക്കണം. സോ ഹിയർ നമ്മൾ എന്ത് എഴുതുക? വി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ആക്സിലറേഷൻ ദാറ്റ് ഈസ് a ഈക്വൽ ടു v മൈനസ് u ബൈ t. വാട്ട് ഈസ് v? 50 മൈനസ് 0 ബൈ ടൈം എത്രയാണ്? 5 അല്ലേ? 50 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 50 ബൈ 5 അല്ലേ? കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എപ്പോഴും ആൻസറിൻ്റെ കൂടെ എന്തെഴുതണം? അതിൻ്റെ യൂണിറ്റ് എഴുതണം. ക്ലിയർ? The next question is, a lorry traveling with a velocity of 30 meter per second came to rest in 5 seconds. What is the acceleration? ഇവിടെ എന്തായിരിക്കും ഇനീഷ്യൽ വെലോസിറ്റി? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കം ടു റെസ്റ്റ് ആണ്. റെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും ഇവിടെ എന്താവുക? 0 ആവുക. നമ്മൾ പ്രോബ്ലം നോക്കാം. അപ്പോൾ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിലൊരു മാർജിൻ വരച്ചു. ടീച്ചർ ഒരു മാർജിൻ വരച്ചു. എന്നിട്ട് തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയായിരുന്നു? എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് കെയിം ടു റെസ്റ്റ് ഇൻ 5 സെക്കൻഡ്. എന്താ പറഞ്ഞത്? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി എന്താണ്? 5 സെക്കൻഡിന് ശേഷം റെസ്റ്റിലേക്ക് പോവുകയാണ്. അതായത് അവിടെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന വെലോസിറ്റി എന്താണ്? u ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റിയാണ് 30 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ എന്താണ്? v 0 ആണ്. ടൈം എത്രയാണ്? 5 സെക്കൻഡ് ആണ്. ക്ലിയർ? അപ്പം നമ്മൾ ഇക്വേഷൻ എഴുതുകയാണ്. a ഈക്വൽ ടു v മൈനസ് u ബൈ t. 0 മൈനസ് 30 ബൈ 5 ആണ്. ക്ലിയർ ആണല്ലോ? 0 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? മൈനസ് 30 ബൈ 5. നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? -6 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് തരുന്ന സമയത്ത് ഒന്നുകിൽ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഏതാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴാണ് 0 ആവുക? ഒന്നുകിൽ ഫ്രീ ഫാളിങ്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വീഴണം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് റെസ്റ്റ് ആയിരിക്കണം. എപ്പോഴാണ് ഫൈനൽ വെലോസിറ്റി 0 ആവുക? ഒന്നുകിൽ ത്രോയിങ് അപ്പ് ആവണം, മുകളിലേക്ക് എറിയുന്നതായിരിക്കണം, അല്ലെങ്കിലോ കം ടു റെസ്റ്റ് ആയിരിക്കണം, റെസ്റ്റിലേക്ക് പോകുന്നത്. ഈ 2 സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുക? ഫൈനൽ വെലോസിറ്റി 0 ആവുക. പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. So the next topic is retardation. What is retardation? That is the negative acceleration. Retardation is the negative acceleration. Its unit is also meter per second square. What is the difference between acceleration and retardation? In the case of retardation, when we are doing the problem of acceleration, we get the negative value of acceleration. That type of acceleration is known as retardation. For example, a ball rolling on a level ground. എന്ത് ചെയ്യാണ്? ഒരു ബോള് ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ റോൾ ചെയ്ത് പോകുന്നു. അങ്ങനെ റോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ലെവൽ ഗ്രൗണ്ടിലൂടെ പോവുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ദെയർ? കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ബോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അതായത് അവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി 0 ആവുമ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ എത്ര കിട്ടും? നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അപ്പം നമുക്ക് പറയാം ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെയാണ് ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പ് വെൻ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് കംസ് ഡൗൺ. ത്രോൺ അപ്പ് ആകുമ്പോഴെന്താണ്? മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം v ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ആക്സിലറേഷൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഇതും റിട്ടാർഡേഷന് എക്സാമ്പിളാണ്. അപ്പോൾ അത് റിട്ടാർഡേഷൻ എക്സാമ്പിളാണെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് എപ്പോഴാണോ ഫൈനൽ വെലോസിറ്റി 0 ആകുന്നത് അപ്പോഴൊക്കെ എന്തായിരിക്കും? ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ആ സിറ്റുവേഷനിലാണ് എന്ത് വരിക? റിട്ടാർഡേഷൻ എന്ന് പറയുക. അതായത് നെഗറ്റീവ് ആക്സിലറേഷനാണ് നമ്മൾ എന്ത് പറയുക? റിട്ടാർഡേഷൻ എന്ന് പറയുക. അപ്പം എക്സാമിൽ ഇത് ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾസ് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് റിട്ടാർഡേഷൻ എക്സാമ്പിൾ ഇതിൽ ഏതാണ്, എന്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ വെലോസിറ്റി എന്തിനാണോ 0 ആവുന്നത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. അതാണ് റിട്ടാർഡേഷന് എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ?
I hope you got the concept of speed and acceleration. The speed of vehicles increase when there is acceleration. So the excessive speed of vehicles may result in accident. So these are the traffic rules, or some signboards are given. So obey these traffic rules. Okay. So our chapter is over. That's all today. Thank you. Thank you very much.